തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. ലോജിക് ഒരു ഡ്രീം സ്റ്റീലറാണ്. ലോജിക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വപ്നത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകും. ലോജിക്ക് പറയുന്നത് there is no way, it is too big, it's never happened. With God all things are possible beyond the logical. ചെങ്കടലിൽ വഴി തുറന്ന ദൈവമാണ് എൻ്റെ ദൈവം. കടൽമേൽ നടന്ന യേശുവാണ് എൻ്റെ യേശു. നമ്മുടെ ലോജിക്കിൽ ചിന്തിച്ചാൽ അത് സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ചിന്തിച്ചാൽ മാത്രമേ, പരിശുദ്ധാത്മാവ് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമായി തീരുള്ളൂ. ഫിസിക്സിൽ ഉന്നത ബിരുദം പ്രാപിച്ച് ആയിരിക്കുന്ന ഒരാളുമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോജിക് അദ്ദേഹത്തെ തകർക്കുന്നു, തളർത്തുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ഫിസിക്സ് അല്ല ദൈവത്തിൻ്റെ വചനം. ഫിസിക്സിനെ നിർമ്മിച്ചവനാണ് എൻ്റെ ദൈവം. ഫിസിക്സ് ഞാൻ എതിരൊന്നുമല്ല. എന്നാൽ എൻ്റെ ദൈവത്തിന് ഫിസിക്സിനെ കെമിസ്ട്രിയെ ഒക്കെ മാറ്റാൻ, സയൻസിനെ മാറ്റാൻ സാധിക്കുന്ന ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവത്തെ മുറുകെ പിടിക്കാതെ ഫിസിക്സിനെ മുറുകെ പിടിച്ചാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അന്ധകാര കെട്ടിനെ മുറുകെ പിടിച്ചാൽ, ഒരു ഈവിൽ വർഷിപ്പോ സൈറ്റാനിക് വർഷിപ്പോ അല്ലെങ്കിൽ അപ്രകാരമുള്ള ക്ഷുദ്രപ്രയോഗങ്ങളോ മാനുഷികമായി എന്തിനേയും മുറുകെ പിടിച്ചാൽ സാധ്യമല്ല. അതൊരാളെ വിശ്വാസമില്ലാത്ത ഒരുത്തിനെ തകർക്കാൻ സാധിക്കും. കൃപയില്ലാത്ത ഒരാളെ തകർക്കാൻ സാധിക്കും. കൃപയുള്ളവനൊന്നും സംഭവിക്കുകയല്ല, എപ്പോഴും കൃപയിൽ നിൽക്കണമെന്ന് മാത്രം. അതുകൊണ്ട് നിന്റെ ലോജിക് ഇന്നകറ്റ്. നിന്റെ ദൈവം നിനക്ക് ശക്തനാണ് എന്ന് നീ ധൈര്യം പ്രാപിക്കുക, ബലം പ്രാപിക്കുക. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ബുദ്ധിപരമായി ചിന്തിച്ച് മുൻപോട്ട് നീങ്ങുവാൻ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഈ വചനം ശക്തിയോടെ ക്രിയ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സുകൾ, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ ജോലി ചെയ്യുന്നവർ, വിവിധ മാധ്യമ സുഹൃത്തുക്കൾ, ലോകത്തിലുള്ള എല്ലാ ചാനലുകളും ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകമെമ്പാട് കർത്താവിൻ്റെ രാജ്യത്തെ പ്രഘോഷിക്കുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സയൻറ്റിസ്റ്റുകൾ, വിവിധ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുവാൻ അതെല്ലാം സത്യമായി തീരണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ ഹൃദയത്തിലും മനസ്സിലുമുള്ള സംശയങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായി മാറിപ്പോകട്ടെ. അതിശയകരമായി മാറിപ്പോകട്ടെ.
യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.